വെൽക്കം ബാക്ക് ടു PSC ലൈഫ് ടോക്സ്. LP ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അവയ്ക്ക് പോസിബിൾ ആയിട്ട് നമുക്ക് നൽകാവുന്ന ഉത്തരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ ഡിഗ്രി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഡിഗ്രി സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് അത്യാവശ്യം ഒരു ഡിഗ്രി ബേസ്ഡ് സിലബസ് ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾ പോവുക. കാരണം ചിലരോട് വളരെ ഡിഗ്രീനെ ബേസ് ചെയ്ത് വളരെ ലൈറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചില സമയങ്ങളിൽ ചോദിച്ചു കാണുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഡിഗ്രി സബ്ജക്റ്റാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ സ്വയം പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ചോദ്യം വരുമ്പോൾ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് മാത്രം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. അതിനാൽ തന്നെ നിങ്ങൾ സ്വയം ഒരു പ്രിപ്പറേഷൻ ചെയ്യാം. അതുകൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഓരോരുത്തരോടും ഡിഗ്രി ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ബേസ് ചെയ്ത് ചോദിക്കുന്നത് എന്നത് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കൂടുതലായിട്ട് എന്തെല്ലാം ചോദിക്കാമെന്ന് ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടേതായ സ്വയം പ്രിപ്പറേഷനും വേണ്ടതാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, പലർക്കും ഉത്തരം സംശയമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ജിയോജിബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, അതിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ഒന്നുകൂടി നമ്മൾ പറയുന്നതായിരിക്കും. ജിയോജിബ്ര എന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ ജ്യാമിതി, ആൾജിബ്ര, ഗ്രാഫ് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ 3D 2D ജ്യാമിതി ആകൃതികളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ വരച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതിനേക്കാൾ ഇഫക്റ്റിൽ ICT വെച്ചിട്ട് അവർക്ക് അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന തരത്തിൽ കാണിച്ചു കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും ജിയോജിബ്ര സോഫ്റ്റ്വെയർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗണിത സിദ്ധാന്തങ്ങൾ അത് നമ്മൾ പറയുന്നതിനേക്കാൾ അത് ദൃശ്യവൽക്കരിച്ച് കാണുമ്പോഴുള്ള അവരുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കയറുന്നതിനൊക്കെ ആയിട്ട് ഈ ജിയോജിബ്ര ഹെൽപ്ഫുള്ളാണ്. നല്ലൊരു പരീക്ഷണ അനുഭവം തന്നെ ഈ ജിയോജിബ്ര സോഫ്റ്റ്വെയറിലൂടെ കുട്ടികൾക്കും അത് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ടീച്ചേഴ്സിനും സാധിക്കും. ഇതിനോടനുബന്ധിച്ച് ചോദിച്ചാൽ മറ്റൊരു ചോദ്യമാണ്, ജ്യാമിതീയ രൂപങ്ങൾ നിത്യജീവിതത്തിൽ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കും? അതായത് നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ ക്ലാസ് മുറിയിൽ കാണുന്ന ഏതെല്ലാം വസ്തുക്കളിൽ നിന്ന് കുട്ടികൾക്ക് ഈ ജ്യാമിതീയ രൂപങ്ങൾ കാണിച്ചു കൊടുക്കാമെന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് ക്ലാസിൻ്റെ ഡോറ് എന്ന് പറയുന്നത് ഒരു ദീർഘചതുരാകൃതിയാണ്. അതുപോലെ തന്നെ ക്ലാസ് റൂമിൽ തന്നെയുള്ള പാത്രങ്ങൾ എല്ലായ്പ്പോഴും വൃത്താകൃതിയായിരിക്കും. ക്ലോക്ക് വൃത്താകൃതിയായിരിക്കും. അതുപോലെ സ്ക്വയർ സമചതുരം എന്ന രൂപത്തിൽ ബോക്സുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ ക്ലാസ് മുറിയിലെ മാത്രം എക്സാമ്പിളുകളാണ്. തുടർന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എക്സാമ്പിളുകളും എല്ലാം തന്നെ ഇവിടെ പറയാവുന്നതാണ്. മറ്റൊരു ചോദ്യമാണ്, ജലത്തിൻ്റെ പര്യായങ്ങൾ ഏതെല്ലാം എന്നൊരു ചോദ്യം. ആരോടാണ് ഇങ്ങനെയാണ് തരം പര്യായങ്ങളും അർത്ഥങ്ങളും എല്ലാം ചോദിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ചോദ്യങ്ങളിൽ മലയാളം എഴുതിപ്പിക്കുന്നു, മലയാളം അക്ഷരങ്ങൾ എഴുതിപ്പിക്കുന്നു, മലയാളം എത്ര അക്ഷരങ്ങളുണ്ടെന്ന് ചോദിക്കുന്നു, പര്യായങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ റാൻഡംലി സംഭവിക്കുന്നതാണ്. എങ്കിൽ പോലും അവർ ചോദിച്ച ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജലത്തിൻ്റെ പര്യായ പദങ്ങൾ എന്ന് പറയുന്നത് നീർ, സിന്ധു, പയസ്, അരവിന്ദ, പർണാളി, അമ്പു, വരുണ ഇതെല്ലാം തന്നെ ജലത്തിൻ്റെ പര്യായ പദങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അവിടെ പറയാവുന്നതാണ്. അടുത്തത്, പ്രൈമറി തലത്തിൽ ചിത്രരചനയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നൊരു ചോദ്യം. പ്രൈമറി തലത്തിൽ നമ്മൾ
കുട്ടികൾക്ക് ഫ്രീ ടൈമിൽ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രൈമറി തലത്തിൽ ചിത്രരചന നടത്തൂ എന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അത് നമ്മൾ ചിലപ്പോൾ ടോപ്പിക്ക് പറഞ്ഞിട്ടായിരിക്കും അവരോട് വരയ്ക്കാൻ പറയാം. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാൻ പറയും. ചിത്രരചന എന്നതും കളർ നൽകാനായിട്ട് പറയുന്നതും എൻ്റെ ഡിഫറെൻ്റ് ആണ്. കാരണം കളർ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടായിരിക്കും, അതിനുള്ളിൽ കളർ കൊടുക്കുക, അത് അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കൊടുക്കാം. പക്ഷെ ചിത്രരചന എന്ന് പറയുമ്പോൾ അവരാണ് വരയ്ക്കുന്നത്. അവർക്ക് സ്വയം ചിന്തിക്കാനും പ്രായോഗികമായിട്ട് പഠിക്കാനും എല്ലാം ഈ ചിത്രരചന എന്നുള്ളൊരു ശേഷി ഹെൽപ്പ് ചെയ്യും. ഒരുപാട് വ്യത്യസ്തമായ വലുപ്പത്തിൽ, രൂപത്തിൽ എല്ലാം കുട്ടികൾക്ക് അവിടെ വരയ്ക്കാം. പരിസ്ഥിതിയെ പറ്റി അല്ലെങ്കിൽ കൃഷിയെ പറ്റി, ജീവിത രീതി, സംസ്കാരം, അനിമൽസ്, ഇതെല്ലാം തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടോപ്പിക്കിനെ പറ്റിയും ചിത്രരചനയിലൂടെ അവർക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ചിത്രരചന എന്ന് പറയുന്നത് അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു കഴിവിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ചിത്രരചനയ്ക്ക് പ്രൈമറി തലത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കുട്ടികൾക്ക് ഇടയ്ക്കൊക്കെ ചിത്രരചനയ്ക്കുള്ളൊരു അവസരം നമ്മൾ നൽകണം. മറ്റൊന്നാണ് ആശയാവതരണ രീതി, അക്ഷരമാല രീതി. ഇവ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എങ്കിൽ പോലും ആശയാവതരണ രീതിയാണ് ഇന്ന് ഫോളോ ചെയ്യുന്നത് എന്നും അക്ഷരമാല രീതി നമ്മൾ പണ്ട് വിദ്യാലയങ്ങളിൽ ഉപയോഗിച്ചിരുന്ന രീതിയാണെന്നും നമുക്ക് പറയാവുന്നതാണ്. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ആശയാവതരണ രീതി എന്ന് പറയുമ്പോൾ ആശയം അടിസ്ഥാനമാക്കി പഠിക്കുക, അതായത് ഒരു അക്ഷരം പഠിക്കുക എന്നുള്ളത് ആദ്യം അക്ഷരമായിട്ട് പഠിക്കാതെ ഒരാശയം അല്ലെങ്കിൽ ഒരു കഥ, അതിലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടറുടെ ആദ്യത്തെ ലെറ്റർ, അപ്പോൾ ആ ലെറ്റർ അങ്ങനെ പരിചയപ്പെടുന്നു. അതായത് ആശയാവതരണ രീതിയിലൂടെ പഠിക്കുമ്പോൾ കുട്ടി പരിചയപ്പെട്ട ഒരു വസ്തുവിൻ്റെ അതുമായി ബന്ധപ്പെട്ട ഒരു അക്ഷരമാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് പഠിക്കാൻ അല്പം കൂടി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. എന്നാൽ അക്ഷരമാല രീതി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഫുൾ ബ്ലാങ്ക് ആയിട്ടുള്ളൊരു മൈൻഡ് ഓഫ് സ്റ്റേറ്റ് ആണ്. ആ സമയത്ത് നമ്മൾ റാ എന്നൊരു അക്ഷരം കുട്ടിക്ക് കൊടുക്കുകയാണ്. ഇതാണ് റാ എന്ന അക്ഷരം, എഴുതി പഠിക്കുക, അതെങ്ങനെ എഴുതണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ അക്ഷരമാല രീതി. ആ കുട്ടിക്ക് ആ ഒരു അക്ഷരം പഠിക്കാനായിട്ടൊരു റീസൺ ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എലമെന്റ് പോലും കുട്ടിക്ക് ആ ഒരു അക്ഷരം പഠിക്കാനായിട്ട് ലഭിക്കുന്നില്ല, വെറുതെ പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ആശയാവതരണ രീതി എന്ന് പറയുമ്പോൾ കുട്ടിക്ക് പഠിക്കാനായിട്ടൊരു റീസണാണ്. കുട്ടി കേട്ട് പരിചയിച്ച ഒരു കഥയിൽ ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ എങ്ങനെ എഴുതും എന്നറിയാൻ വേണ്ടിയിട്ടാണ് കുട്ടി, കുറുക്കൻ എന്നുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ അതിലത്തെ ക എന്നറിയണം ആ കുട്ടിക്ക്, അതിനു വേണ്ടി ആ കുട്ടി ആ അക്ഷരം പഠിക്കുന്നു. ഇതാണ് ഈ രണ്ട് രീതി തമ്മിലുള്ള വ്യത്യാസം. ഇതിനെ തുടർന്ന് ചോദിച്ച മറ്റൊന്നാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. വീണ്ടും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ശാരീരിക ബുദ്ധിമുട്ടുകൾ, മനോവൈകല്യങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ച് സാധാരണ കുട്ടികളെ ഒപ്പം ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് പ്രസക്തി ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അതിനെ തുടർന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 പ്രകാരം എല്ലാ വിദ്യാർത്ഥിനികൾക്കും വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള ഒരു അവകാശമുണ്ട്. എല്ലാവർക്കും സമാന വിദ്യാഭ്യാസ അവകാശങ്ങളും അവസരങ്ങളുമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നൽകുന്നത്. വ്യത്യസ്ത പഠന ശൈലികൾ, വ്യക്തിഗത ശ്രദ്ധ, സഹകരണ പഠനം, ഇതെല്ലാം തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഇന്ന് പൊതുവിദ്യാലയങ്ങളിൽ നിലനിൽക്കുന്നത്. ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ വിദ്യാലയങ്ങളിൽ വരുന്നത് കൊണ്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നുന്നത്, മറ്റു കുട്ടികളിൽ ഒരു സഹാനുഭൂതി, മാനവികത അല്ലെങ്കിൽ സഹവർത്തിത്വം തുടങ്ങിയ മൂല്യങ്ങൾ അവരിൽ വർദ്ധിക്കും. ഇത്തരത്തിലുള്ളൊരു കുട്ടി ക്ലാസ്സിലുണ്ടെങ്കിൽ ആ കുട്ടിയെ കെയർ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത അവർ മനസ്സിലാക്കും. അതുപോലെ തന്നെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ കാണുമ്പോൾ അവരെ സഹായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത അവർ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യും.
ഇതാണ് എനിക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്നു എന്നുള്ളത് കൊണ്ട് പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അത് ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. അങ്ങനെ ഒരു ക്ലാസ്സിൽ അങ്ങനെ ഒരു കുട്ടി ഉണ്ടായിട്ടും ആ കുട്ടിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒപ്പം ആ ക്ലാസ്സിലെ ബാക്കി 30 പേര് ആ കുട്ടിക്ക് ഒപ്പം ഉണ്ടാവും. ഈ ഒരു മനോഭാവം തന്നെയാണ് അവർ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി മുതിർന്നവരാകുമ്പോഴും അവരുടെ മനസ്സിലുണ്ടാവുക. ഇത്തരത്തിൽ നല്ലൊരു മൂല്യബോധം അവരിൽ വളർന്നു വരാനായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു ചോദ്യമാണ് എന്താണ് ബഹുമുഖ ബുദ്ധി എന്നുള്ളത്. അതുകൊണ്ടുള്ളൊരു യൂസ് എന്താണെന്നുള്ളത്. ബഹുമുഖ ബുദ്ധി നമുക്കറിയാം ഭവാദ്കർ തന്നെയാണ്. ആദ്യം 7 തരം ബുദ്ധിയായിരുന്നു, പിന്നെ 9 തരം ബുദ്ധി അദ്ദേഹം കണ്ടെത്തി എഴുതിയിട്ടുണ്ട്. ഭാഷാപരം, ഗണിത തത്വശാസ്ത്രപരം, ദൃശ്യപരം, ശാരീരികം, സംഗീതപരം, പരിസ്ഥിതികം, ഇങ്ങനെ വ്യത്യസ്ത തരം ബുദ്ധികളുണ്ട്. ബുദ്ധികളിൽ ഇതിനോടനുബന്ധിച്ച് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഇത്തരം ബുദ്ധികൾ നിങ്ങൾക്കറിയാം എങ്കിൽ ഇവിടെ ഈ ചോദ്യം ഇപ്പം ഞാൻ അടുത്ത് പറയുന്ന ചോദ്യം ബഹുമുഖ ബുദ്ധിയെ പറ്റി ഓൾറെഡി ചോദിച്ചതിന് ശേഷമല്ല കേട്ടോ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. പെട്ടെന്ന് ആ ഒരു പാനൽ ചോദിക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ മോഹൻലാൽ, PT ഉഷ, അതുപോലെ APJ അബ്ദുൽ കലാം, ഇവർ 3 പേരെയും പേര് പറഞ്ഞിട്ട് അവർ ചോദിച്ചത് ഇതിലാർക്കാണ് ബുദ്ധി കൂടുതൽ എന്നാണ്. പെട്ടെന്ന് ബഹുമുഖ ബുദ്ധി എന്നൊരു ആശയം നമ്മൾ ആലോചിച്ചില്ല എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അബ്ദുൽ കലാം എന്നുള്ളൊരു ഉത്തരം നൽകും. തീർച്ചയായിട്ടും 3 പേർക്കും അവരുടേതായ രീതിയിൽ അവരുടേതായ ബുദ്ധിയിൽ ഏറ്റവും മികവ് ഉള്ളവരാണ്. മോഹൻലാലിനായാലും അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ ഏറ്റവും ഉന്നതമായ നിലയിലെത്തി നിൽക്കുന്ന ആളാണ്. കായികപരമായ ബുദ്ധിയിൽ PT ഉഷ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെതായ നിലയിൽ ഏറ്റവും ഉയർന്ന നിലയിലാണ്. അതുകൊണ്ട് 3 പേർക്കും ഒരേപോലെ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് ബുദ്ധി എന്നുള്ളൊരു ഉത്തരമാണ് അവിടെ വേണ്ടത്. ഈ ഒരു ചോദ്യം കണ്ടപ്പോഴാണ് അത് മുൻപ് ചോദിച്ച ഈ ചോദ്യം കൂടി എനിക്ക് ഓർമ്മ വന്നത്. ബഹുമുഖ ബുദ്ധിയെ പറ്റി ചോദിച്ച ദിവസം തന്നെ മറ്റൊരു കുട്ടിയോട് ഈ ഒരു തരത്തിലാണ് ബഹുമുഖ ബുദ്ധിയെ പറ്റി ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ ജസ്റ്റ് അവരുടെ നിന്ന് കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഉത്തരം കൊടുക്കുക. മറ്റൊരു പ്രധാന ചോദ്യം ഇതിനോടനുബന്ധിച്ച് വന്നാണ് TTC, BEd അല്ല DLED. ഇത് തമ്മിലുള്ളൊരു ഡിഫറൻസ് നമുക്കറിയാം. TTC, DLED എന്ന് പറയുന്നത് പേര് മാറ്റുകയേ ഉണ്ടായിട്ടുള്ളൂ. TTC എന്ന് പറയുന്നത് DLED ആക്കി. രണ്ടും 2 വർഷം തന്നെയാണ്. പക്ഷെ TTC എന്ന് പറയുമ്പോൾ 2 എക്സാമായിരുന്നു, ഇയർലി എക്സാമായിരുന്നു. DLED എന്ന് പറയുന്നത് സെമിസ്റ്ററാണ്, 4 സെമിസ്റ്റർ ആയിട്ടാണ് നടക്കുന്നത്. പാഠ്യപദ്ധതിയും അല്ലെങ്കിൽ അവർ അതിലൂടെ നേടേണ്ട കഴിവുകളൊക്കെ സെയിം തന്നെയാണ്. പാഠ്യപദ്ധതിയിൽ മാറ്റം വന്നിട്ടില്ല എങ്കിൽ സിലബസിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണും. കാരണം എന്താണ്, TTC എന്ന് പറയുന്നത് പഴയൊരു സിലബസാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സിലബസാണ്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. എന്നാൽ അത് DLED ആക്കിയപ്പോൾ സിലബസിൽ കുറച്ചധികം പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, പുതിയ ഒരു പാഠ്യപദ്ധതിക്കൊക്കെ അനുസരിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ ഒരു അധ്യാപിക നേടണം എന്നതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ അതിൽ വരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസമാണ് ഇവ തമ്മിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളൂ. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. എല്ലാം ഒരു പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയെ എങ്ങനെ മാറ്റിയെടുക്കണം അല്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ പരിശീലനം നൽകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം തന്നെ, അതിനുള്ളൊരു ഉത്തരമാണ് ഈ TTCയിലും DLEDലും അതിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് നമുക്ക് മറ്റൊരു കുട്ടിയുടെ ചോദ്യങ്ങൾ പരിചയപ്പെടാം. എന്താണ് ICT എന്ന് ചോദിച്ചിരുന്നു. ICT എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം നമ്മൾ പറയണം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നതാണ് ICT എന്നതിൻ്റെ ഫുൾ ഫോം. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. അതായത് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടുള്ളൊരു പഠന രീതി എന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ് മുറികളിൽ ICT ഉപയോഗിക്കുന്നതിനെ
നമുക്ക് പറയാവുന്ന കാര്യമാണ്. ഇതിനോട് ചേർന്ന് ചോദിച്ച മറ്റൊരു ചോദ്യം ICT-യിൽ നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ജിയോജിബ്ര. ഇതുപോലെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും സോഫ്റ്റ്വെയറുകൾ അറിയുമെങ്കിൽ അത് പറയാൻ പറഞ്ഞു. അതൊക്കെ നമ്മൾ ഓൾറെഡി ICT സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് 1 2 അറിഞ്ഞാൽ പോരാ, നമ്മൾ എല്ലാ സബ്ജക്റ്റിനെയും സംബന്ധിച്ച് ഏതൊക്കെ സോഫ്റ്റ്വെയറുകളാണ് ഉള്ളതെന്ന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ഡിഗ്രി സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അവിടെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ ഞാനത് മെൻഷൻ ചെയ്യാവുന്നതാണ്. ആ ഒരു വീഡിയോ നമ്മൾ മുൻപത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് മുഴുവനായിട്ട് കാണും. അടുത്ത ഒരു ചോദ്യം, ഹരിത കർമ്മസേന എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, അതെന്താണ് അവരുടെ ഡ്യൂട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെ മാലിന്യ സംസ്കരണം, ശുചിത്വം, അതിൻ്റെ പുനരുപയോഗം എന്നിവയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സേനയാണ് ഹരിത കർമ്മസേന എന്ന് പറയുന്നത്. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ തെരുവിലെ മാലിന്യം ശേഖരിക്കുന്നു, വീടുകളിലെ മാലിന്യം ശേഖരിക്കുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നു, ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നു. അതുപോലെ തന്നെ ശുചിത്വ ബോധവൽക്കരണ പരിപാടികൾ ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ അവർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് ശുചിത്വത്തിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ഹരിത കർമ്മസേനയാണ്. ഇതിനോടനുബന്ധിച്ച് ചോദിച്ച ചോദ്യമാണ്, ICT ഉപയോഗിച്ച് ഹരിത കർമ്മസേന ചെയ്യുന്ന ജോലി കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും ഹരിത കർമ്മസേന ചെയ്യുന്ന ഡ്യൂട്ടീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അവരുടെ ആ ഒരു കർമ്മനിരതമായിട്ടുള്ള പ്രവർത്തനം, അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, ഇതൊക്കെ അറിയാനായിട്ടും കുട്ടികളെ അത്തരത്തിൽ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കാനായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോസ് നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഹരിത കർമ്മസേനയോടനുബന്ധിച്ച് ഉള്ളൊരു ആപ്പാണ് ശുചിത്വ മിഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അത് തീർച്ചയായിട്ടും അതും കുട്ടികൾക്കായിട്ട് പരിചയപ്പെടുത്താം. പിന്നെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചുകൊണ്ടും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരുപാട് ന്യൂസ് കട്ടിങ്സ് നമ്മൾ ദിനം പ്രതി നമ്മുടെ ന്യൂസ് പേപ്പറുകളിൽ കാണാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ന്യൂസ് കട്ടിങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ അവർക്ക് കാണിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പതിപ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ അവർക്ക് അവതരിപ്പിച്ച് നൽകാം. ഇതൊക്കെയാണ് ഹരിത കർമ്മസേനയുടെ ജോലി, കുട്ടികളെ മനസ്സിലാക്കാനായിട്ട് ICT ഉപയോഗിച്ച്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഗെയിംസ് യൂസ് ചെയ്യാം കേട്ടോ. ഗെയിംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ക്ലീൻനെസ് ആയിട്ടുള്ളൊരു പ്രദേശം ക്ലീൻ ആക്കാനായിട്ട്, അതായത് ക്ലീൻ ചെയ്യുമ്പോൾ പോയിന്റ് കിട്ടുന്ന തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. അത്തരം ഗെയിംസ് കുട്ടികളെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിലൂടെ അവർക്ക് മനസ്സിലാവും ഇത്രയും വൃത്തികേടായ സ്ഥലം ക്ലീൻ ആക്കുന്നു. ഈ ഒരു സെയിം ദൗത്യം തന്നെയാണ് ഹരിത കർമ്മസേന ചെയ്യുന്നത് എന്നുള്ള തരത്തിലുള്ള ഗെയിംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. തുടർന്ന് പഞ്ചായത്തിനെ പറ്റി ചോദിച്ചിരുന്ന ഒരു ചോദ്യം, അത് പഞ്ചായത്ത് എന്താണ്? നമുക്കറിയാം, ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇങ്ങനെ ജനങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ളൊരു ത്രിതല സംവിധാനമാണ്, ഭരണ സംവിധാനമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിനെപ്പറ്റി ഒന്ന് പറയാം. പഞ്ചായത്ത് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ, അതായത് ഓരോ കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, അത്യാവശ്യം ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ്. അതിനേക്കാൾ താഴ്ന്ന തരത്തിൽ ആളുകളുടെ എണ്ണം കുറവിനനുസരിച്ച് മുനിസിപ്പാലിറ്റി ഏറ്റവും കുറവ് തന്നെയാണ് നമ്മൾ പഞ്ചായത്ത് എന്ന നിലയിൽ. അങ്ങനെ 3 തലത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഭരണ സംവിധാനം ഉള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ പഞ്ചായത്തിലൊക്കെ ഏറ്റവും മികച്ച പഞ്ചായത്തിന് നൽകുന്ന അവാർഡ്, സ്വരാജ് ട്രോഫി, അതൊക്കെ നമുക്ക് അവിടെ പറയാവുന്നതാണ്. ചോദ്യങ്ങൾ ഇതിനോടനുബന്ധിച്ച് വന്നാൽ പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വർഷം ഏറ്റവും മികച്ച പഞ്ചായത്ത്, അതുപോലെ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏതാണ് ലഭിച്ചതെന്ന് ഈ അടുത്ത് നമുക്ക്
റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ. അപ്പം അത് നിങ്ങളുടെ ജില്ലയിൽ ഏതാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ആ ഒരു പഞ്ചായത്തിൽ ശുചിത്വം, മാലിന്യ സംസ്കരണം, വികസന പദ്ധതികൾ, പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതെല്ലാം തന്നെ പഞ്ചായത്താണ്. താലൂക്ക് എന്ന് പറയുന്നത് ഒരു ജില്ലയുടെ കീഴിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്. ഒരു ജില്ലയിൽ തന്നെ പല താലൂക്കുകളുണ്ടാവും. അത് ഭൂമി സംബന്ധമായ കാര്യങ്ങളും രാഷ്ട്രീയ ഭരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കൊക്കെ ആയിട്ടാണ് താലൂക്കുകൾ ഇങ്ങനെ മാറ്റി മാറ്റി അത് ഒരു ജില്ലയിൽ തന്നെ വ്യത്യസ്ത താലൂക്കുകൾ ആക്കിയിരിക്കുന്നത്. തുടർന്ന് ഒരുവിധം എല്ലാ കാൻഡിഡേറ്റ്സിനോടും ഇപ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ പ്രദേശത്തെ പറ്റിയിട്ടാണ്. പ്രദേശത്തിൻ്റെ പ്രത്യേകത, അവിടുത്തെ കലാപരമായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കാണുന്നു. നിങ്ങളുടെ പ്രദേശത്തെ പറ്റി തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കാം. മറ്റൊരു ചോദ്യം ചോദിച്ചത് തുമ്പപ്പൂവിൻ്റെ പ്രാധാന്യം എങ്ങനെ നാടൻ പാട്ടിലൂടെ പഠിപ്പിക്കാം എന്നുള്ളൊരു ചോദ്യമാണ്. അത് റാൻഡംലി ഒരാളോട് ചോദിച്ച ഒരു ടോപ്പിക്കാണ്. അതന്നെ വീണ്ടും ചോദിക്കണം എന്നില്ല. എങ്കിൽ പോലും നാടൻ പാട്ടിൻ്റെ പ്രാധാന്യം എന്നുള്ളത് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക്ക് നാടൻ പാട്ടിൻ്റെ പ്രാധാന്യം. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. നാടൻ പാട്ടിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ കുട്ടി ആ ഒരു സംസ്കാരമായിട്ട് ഇഴുകി ചേരുക എന്നുള്ളതാണ്. ഇവിടെ തുമ്പപ്പൂ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് കഴിയുന്നൊരു അവസരം എന്ന് പറയുന്നത് നമ്മുടെ ഓണമാണ്. ഓണത്തിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പൂവാണ്. നമ്മുടെ പൂക്കളത്തിൽ നടുവിൽ സ്ഥാനമുള്ള ഒരു പുഷ്പമാണ് തുമ്പപ്പൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തുമ്പപ്പൂവിൻ്റെ പ്രാധാന്യം നമുക്ക് പറയാം. അതുപോലെ തന്നെ ആയുർവേദത്തിലും പൂജയിലും ഒക്കെ ഈ തുമ്പപ്പൂവിന് വളരെയധികം പ്രാധാന്യം. നിങ്ങൾക്ക് പെട്ടെന്ന് തുമ്പപ്പൂവിനെ പറ്റിയിട്ടുള്ളൊരു പാട്ട് അറിയാമെങ്കിൽ അത് നിങ്ങൾക്ക് പാടി അവിടെ അവതരിപ്പിക്കാം. സിനിമാ ഗാനത്തിലൊക്കെ പലയിടത്തും തുമ്പപ്പൂ എന്ന് വെച്ചിട്ടുള്ള തുടങ്ങിയിട്ടുള്ള പാട്ടുകളുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്ക് അറിയുക എന്നുണ്ടെങ്കിൽ അതവിടെ പാടാം. അതിലൂടെ തന്നെ ഈ ഒരു തുമ്പപ്പൂവിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ പാരമ്പര്യം ഇതിനെപ്പറ്റി കുട്ടികളെ പഠിപ്പിക്കാം. ഇത്രയും ഭാഗങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞത് TTC DLEDൻ്റെ ഡിഫറൻസ്, അതുപോലെ ബഹുമുഖ ബുദ്ധി അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റു ചോദ്യങ്ങൾ, പൊതുവിദ്യാലയത്തിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളതും, ആശയാവതരണ രീതി, അക്ഷര അവതരണ രീതി ഇവ തമ്മിലുള്ള വ്യത്യാസം, നിത്യജീവിതത്തിൽ ജ്യാമിതീയ രൂപങ്ങൾക്കുള്ള ഒരു പ്രാധാന്യം, അത് എങ്ങനെയാണ് കുട്ടികളെ നിത്യജീവിതത്തിൽ നിന്ന് പഠിപ്പിക്കുക, ജിയോജിബ്ര ക്ലാസ് മുറിയിൽ എങ്ങനെ യൂസ് ചെയ്യാം, താലൂക്ക്, പഞ്ചായത്ത് ഇവയുടെ പ്രാധാന്യം, ഇവ എങ്ങനെ എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ICT ക്ലാസ് റൂമിൽ ഉള്ള ഒരു പ്രാധാന്യം, ICT ഹരിത കർമ്മസേനയുടെ ഡ്യൂട്ടീസ് ICTയിലൂടെ എങ്ങനെ കുട്ടികൾക്ക് കാണിച്ച് നൽകാം, നാടൻ പാട്ടിലൂടെ എങ്ങനെ ആശയവിനിമയങ്ങൾ കുട്ടികളിലേക്ക് പുതിയ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കാം എന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. എല്ലാ ഉത്തരങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക. നിങ്ങളുടേതായ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ആവശ്യമാണെങ്കിൽ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇടുക. തീർച്ചയായിട്ടും ഞാനൊരു പുതിയ വീഡിയോ അതിന് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതായിരിക്കും. നന്ദി.